ഇന്ന് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം, ഒരു 10 മിനിറ്റ് അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുന്നതിൻ്റെ 5 പ്രധാന ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കാം, മനസ്സിലാക്കാം. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പലപ്പോഴും എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. അറിഞ്ഞോ അറിയാതെയോ ഇപ്പോൾ നമ്മൾ ദിവസവും നമ്മളത് ജീവിതത്തിൽ നമ്മളുടെ ഒരു അനിയനോ ചേട്ടനോ അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ അവരെ പോലെയൊക്കെ തന്നെ കൺസിഡർ ചെയ്യുന്ന ഒരു സംഭവമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ 5 പ്രധാന ഗുണങ്ങൾ നമുക്ക് പറയാം. ഒന്ന് പറയുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ മാനസിക സന്തോഷം വർദ്ധിപ്പിക്കാനായിട്ട് ഈ നന്ദി പ്രകടിപ്പിക്കുന്നതിലൂടെ സംഭവിക്കുന്നുണ്ട്. മാനസിക സന്തോഷം വർദ്ധിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള ഊർജ്ജം വർദ്ധിക്കും. ഓക്കെ, അതിനനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഉത്കണ്ഠ, വിഷാദം, ടെൻഷൻ, അങ്ങനെ തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ പതുക്കെ മനസ്സ് ശാന്തമാവുകയും ചെയ്യും. അപ്പോൾ ചുറ്റുമുള്ള ലോകത്തെ കൂടുതൽ സ്നേഹത്തോടെ കാണുവാനും ഇത് നമ്മളെ സഹായിക്കും. എന്ത് സഹായിക്കും? മാനസിക സന്തോഷം വർദ്ധിപ്പിക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡിലൂടെ ആയിരിക്കും. ആ ഗ്രാറ്റിറ്റ്യൂഡിലൂടെ നമ്മൾ കൂടുതലും നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിൽ കൂടുതൽ സ്നേഹവും അതുപോലെ തന്നെ കൂടുതൽ കരുതലും കൂടുതൽ സന്തോഷവും നമുക്ക് കാണാൻ പറ്റും. കൂടുതൽ ആൾക്കാർക്ക് അത് എക്സ്പ്രസ് ചെയ്യാനും നമുക്ക് പറ്റും. മറ്റു ആൾക്കാരെ സഹായിക്കാനും പറ്റും മാനസിക സന്തോഷം വർദ്ധിപ്പിക്കുന്നതിലൂടെ. രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് പറയുന്നത് ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുന്നു എന്നാണ് പറയുന്നത്. വെറുതെ പറയുന്നതല്ല, പഠനങ്ങൾ പറയുന്നത്. നന്ദിയുള്ളവരായിരിക്കുന്നത് ശാരീരികമായിട്ടുള്ള ആ ഒരു ഉന്മേഷം നൽകുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ട് ഇത്തരക്കാർക്കിടയിൽ ഈ ഗ്രാറ്റിറ്റ്യൂഡ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ രോഗപ്രതിരോധ ശേഷി കൂടുന്നതായിരിക്കും എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. മാത്രമല്ല, കൃത്യമായ ഉറക്കം ലഭിക്കുവാനും രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുവാനും കൃതജ്ഞത എന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ്, മനോഭാവം സഹായിക്കുന്നുണ്ട്. അപ്പം ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഒരുപാട് എക്സ്റ്റേണൽ ഫാക്ട്സിൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്ന് നമ്മൾ തൊട്ട് പറഞ്ഞു മാനസിക ആരോഗ്യം, രണ്ടാമത് ശാരീരിക ആരോഗ്യത്തെ ബേസ് ചെയ്ത് സംസാരിക്കണമെങ്കിൽ ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഉറക്കം ലഭിക്കാൻ എന്ത് ചെയ്യുന്നു? ഗ്രാറ്റിറ്റ്യൂഡ് സഹായിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് പറയാൻ പറ്റും, മനസ്സ് സന്തോഷകരമായി ഇരിക്കുമ്പോൾ അത് ശരീരത്തിൻ്റെ ആരോഗ്യത്തെയും പ്രതിഫലിക്കുന്നുണ്ട്. കാര്യം നമ്മുടെ ഉള്ളിലുള്ള സന്തോഷം, സമാധാനം, ഒരു കൂളായിരിക്കുന്ന അവസ്ഥ കോശങ്ങൾ എപ്പോഴും നല്ല ആരോഗ്യത്തോടെ ഇരിക്കും. ഇല്ലെങ്കിൽ കോശങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. സോ അപ്പോൾ കോശങ്ങൾ കേടുവരുമ്പോഴാണ് രോഗങ്ങൾ ഉണ്ടാവുന്നത്. മൂന്നാമത് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു സംഭവമാണ്, ബന്ധങ്ങൾ ദൃഢമാകും. ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ബന്ധങ്ങൾ, റിലേഷൻഷിപ്പിന് കുറച്ചും കൂടെ സ്ട്രോങ് ആവും അല്ലെങ്കിൽ ദൃഢമാകും എന്ന് പറയുന്നുണ്ട്. എങ്ങനെ? നമ്മൾ ഭാര്യ, ഭർത്താവ്, മക്കൾ, ഭാര്യ, അങ്ങനെ ആ ഒരു കാര്യത്തിൽ മാത്രമല്ല വരുന്നത്. നമ്മളെ സഹായിക്കുന്നവരോട് നന്ദി പറയുന്നത് വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുന്നതിലൂടെ. അത് നിങ്ങളുടെ സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും സഹപ്രവർത്തകരെയും ആരോ ആയിക്കോട്ടെ, ഓക്കെ, അവരെ അഭിനന്ദിക്കുന്നതിലൂടെ, അവർക്ക് അപ്രിസിയേഷൻസ് കൊടുക്കുന്നതിലൂടെ പരസ്പര ബഹുമാനവും സ്നേഹവും വർദ്ധിക്കുന്നുവെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, മറ്റുള്ളവർക്ക് നമ്മോടുള്ള വിശ്വാസം വർദ്ധിക്കുവാനും ഇത് കാരണമാവും. അപ്പോൾ മറ്റുള്ള ആൾക്കാരുടെ വിശ്വാസം കൂട്ടുവാൻ, ആ വിശ്വാസം ദൃഢമാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ, ഏത് വ്യക്തിബന്ധങ്ങൾക്കിടയിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതാണ് ഇപ്പം നമ്മൾ സംസാരിച്ചത്. നാലാമത്തെ പോയിന്റ് പ്രധാനമായിട്ട് പറയുന്നത് ആത്മവിശ്വാസം നൽകുന്നു എന്നാണ് പറയുന്നത്. മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ അസൂയപ്പെടാതെ നമ്മൾ ബിഗിനിങ് മുതൽ ഇന്നും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നേട്ടങ്ങൾക്കിടയിൽ അസൂയപ്പെടാതെ. ഞാൻ തുടക്കം മുതൽ അവസാനം വരെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉയർച്ച കൂടുമ്പോൾ, അവർക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടുമ്പോൾ, സമ്മാനങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ ഒരിക്കലും അസൂയപ്പെടാൻ പാടില്ല. അതുപോലെ മറ്റുള്ള ആൾക്കാരുടെ നേട്ടങ്ങളിൽ അസൂയപ്പെടാതെ സ്വന്തം ജീവിതത്തിലെ നല്ല കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം?
അഭിനന്ദിക്കാനായിട്ട് പഠിക്കുന്നത് വലിയൊരു ഗുണമാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ. എങ്ങനെയൊക്കെ മറ്റുള്ള ആൾക്കാരുടെ നേട്ടങ്ങളിൽ അസൂയപ്പെടാതെ ഒന്ന് അവർ അപ്രിസിയേഷൻസ് അറിയിക്കുക. അതാണ് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞത്, ബന്ധങ്ങളെ ദൃഢമാക്കാനായിട്ട് സഹായിക്കും. ഒപ്പം നമ്മുടെ ഉള്ളിൽ നെഗറ്റിവിറ്റി കൂടാതെ ഒരു പോസിറ്റിവിറ്റി അവസ്ഥ നിലനിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതുവഴി നമ്മളെ തന്നെ സ്നേഹിക്കുവാൻ തുടങ്ങും. ഓരോരുത്തർ അവൻ്റെതായ ജീവിതത്തിൽ അർത്ഥവത്തെന്ന ആ ഒരു തോന്നൽ ഓരോ വ്യക്തികൾക്കുള്ളിൽ ആ തരത്തിലുള്ള ആത്മവിശ്വാസം വർദ്ധിക്കാനായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് സഹായിക്കും. അപ്പോൾ പ്രധാനമായിട്ടും ഞാൻ 4ാമത്തെ പോയിന്റ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ള ആൾക്കാരുടെ നേട്ടങ്ങളിൽ അസൂയപ്പെടാതെ ഈ സ്വന്തം ജീവിതത്തിലും ഇതുപോലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ഒരു വിശ്വാസം ഉടലെടുക്കുന്നതിലൂടെ ആത്മവിശ്വാസം കൂടാനായിട്ട് സഹായിക്കും. ഓക്കെ, 5ാമത്തെ പോയിന്റ് പ്രധാനമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതിനോട് പറയുന്നത്, പ്രതിസന്ധികളെ നേടുവാനുള്ള കരുത്ത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിലൂടെ നടത്തുന്ന പറയുന്നു. ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ തളർന്നു പോകാതെ മുന്നോട്ട് പോകാൻ ഈ മനോഭാവം നിങ്ങളെ സഹായിക്കും. ജീവിതത്തിൽ പ്രധാന നിമിഷങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ടാവും. ആ ഭാഗങ്ങളിൽ നമ്മൾ തളർന്നു പോകാതെ മുന്നോട്ട് പോകാനായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പ്രകടിപ്പിക്കുന്നതിലൂടെ ആ മനോഭാവം വീണ്ടെടുക്കാനാണ് പറ്റും. സോ മോശ അവസ്ഥയിലും അതിലടങ്ങിയിരിക്കുന്ന ചെറിയ നല്ല കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത് വലിയ പ്രതിസന്ധികളെ പോലും അതിജീവിക്കാനായിട്ട് മാനസിക കരുത്ത് നൽകുമെന്നാണ് പറയുന്നത്. റിപ്പീറ്റ് ചെയ്യുന്നു, നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ പലതരത്തിലുള്ള മോശാവസ്ഥകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഓക്കെ, അതിനിടയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പോലും ചെറിയ നല്ല കാര്യങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്താൻ നിങ്ങൾക്ക് പറ്റിയാൽ, ആ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് കണ്ടെത്താൻ, ആ ചെറിയ നന്മ പോലും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയാൽ വലിയ പ്രതിസന്ധികളെ പോലും അതിജീവിക്കാനുള്ള മാനസിക കരുത്ത് അതിൽ നിന്ന് ലഭിക്കുമെന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് ആ പ്രതിസന്ധികളെ നേരിടാനായിട്ടുള്ള ഒരു കരുത്ത് നമുക്കുണ്ടാവും. എങ്ങനെ? ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ. ഒരു അഡീഷണൽ ടിപ്പ് തരണമെങ്കിൽ, ഓരോ ദിവസവും നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്ന് നടന്ന അറ്റ്ലീസ്റ്റ് 5 കാര്യങ്ങൾ 10 കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയോ അതൊരു ഡയറിയിൽ എഴുതി വയ്ക്കുകയോ, അതിന് നമ്മൾ എന്താ പറയുന്നത്, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്ന് പറയാറുണ്ട് അല്ലേ. തമ്പുരാനെ, എനിക്കിന്ന് 3 നേരം 4 നേരം ഭക്ഷണം ലഭിച്ചു, അതിന് നന്ദി. സോ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അത് നിങ്ങൾ ഉറപ്പായിട്ട് ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ട്? വളരെ പ്രധാനപ്പെട്ട 5 നേട്ടങ്ങൾ പറഞ്ഞാൽ, പ്രതിസന്ധികൾ നേരിടാനുള്ള കരുത്ത് നിങ്ങൾക്ക് കിട്ടാവും, ആത്മവിശ്വാസം നൽകുന്നുണ്ട്, ബന്ധങ്ങളെ ദൃഢപ്പെടുത്തും, ശാരീരികമായിട്ടുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തും, ഒപ്പം മാനസികമായിട്ടുള്ള സന്തോഷം വർദ്ധിപ്പിക്കും. അതുകൊണ്ട് മിസ് ചെയ്യരുത് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ. ഫ്രീ ആണ്, സിമ്പിളാണ്, വളരെ കുറച്ച് സമയം മതി, 5 മിനിറ്റോ 10 മിനിറ്റോ മാക്സിമം മതി. എല്ലാ ദിവസവും അത് ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ നല്ല നല്ല മികച്ച കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കൂടുതൽ മികച്ച കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാനായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് സഹായിക്കും. ഇതുവരെ ചെയ്യാത്ത ആരെങ്കിലുണ്ടെങ്കിൽ 2026 സ്റ്റാർട്ട് ചെയ്യണ മുന്നേ ഈ പരിപാടി ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആത്മവിശ്വാസത്തോടു കൂടി, കുറച്ചുകൂടെ അത് ഡെഡിക്കേഷനോട് കൂടി, കുറച്ചും കൂടെ സ്നേഹത്തോടു കൂടി, അയ്യോ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര കാര്യങ്ങൾ കിട്ടുകയല്ലേ എന്നൊന്നും നോക്കാതെ, എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് തമ്പുരാനോട്, യൂണിവേഴ്സിനോട് എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. അതൊന്നുകിൽ വായിലൂടെ സംസാരിക്കുന്നു, പറയുന്നു, ഇല്ലെങ്കിൽ ബുക്കിലൂടെ എഴുതി രേഖപ്പെടുത്തുന്നു, ഫീലിങ്സ് ഇമോഷൻസിലൂടെ ഞാൻ രേഖപ്പെടുത്തുന്നു. എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നന്ദി തമ്പുരാനോട് പറയുന്നത്. വേറെ വഴി നമുക്കില്ല പറയാനായിട്ട്. നമുക്കറിയില്ല പുള്ളിക്കാരനെ എങ്ങനെയുണ്ട്, എവിടെയുണ്ട്. നമ്മളെ വിശ്വസിക്കുന്നത്, കുറേ ആൾക്കാർ വിശ്വസിക്കുന്നത് തൂണിലും തുരുമ്പിലും ദൈവം ഉണ്ടെന്ന്, കുറേ ആൾക്കാർ വിശ്വസിക്കുന്നു അത് ഒരു പ്രതിമയ്ക്കുള്ളിലാണ് ഇരിക്കുന്നതെന്ന്, കുറേ ആൾക്കാർ വിശ്വസിക്കുന്നു മറ്റൊരു തരത്തിൽ. ബട്ട് എന്തായാലും കുഴപ്പമില്ല. നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഹാപ്പിനെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി എന്ന സംഭവം എക്സ്പ്രസ് ചെയ്തേ മതിയാവത്തുള്ളൂ. ഓക്കെ, അതിന് എന്താണെങ്കിലും ആയിക്കോട്ടെ, നോ വറീസ്. നിങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം വെള്ളം കൊണ്ടൊഴിക്കുന്ന വെയിറ്റർ, ഫുഡ് കൊണ്ടുവരുന്ന വെയിറ്റർ, ടിക്കറ്റ് കയറി തരുന്ന കണ്ടക്ടർ,
നിങ്ങൾ ബസ്സിൽ നിന്ന് യാത്ര ചെയ്തിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പം ഡ്രൈവറിനോട് താങ്ക് യു പറയുക. ഡ്രൈവറിൻ്റെ ചെവി പോയി പറയണമെന്നല്ല പറയണേ. നിങ്ങൾ ആ ഡോർ തുറന്ന് വെളിയിറങ്ങുമ്പം താങ്ക് യു ഡ്രൈവർ, താങ്ക് യു കണ്ടക്ടർ. ആ ഡ്രൈവറാണല്ലോ നമ്മൾ സേഫായിട്ട് അവിടെ കൊണ്ട് എത്തിച്ചത്. ഇനിയിപ്പോൾ അത് ഹസ്ബൻഡ് ആണെങ്കിൽ പോലും താങ്ക് യു പറയാ, കുട്ടിയാണെങ്കിൽ പോലും താങ്ക് യു പറയാ. നിങ്ങൾക്ക് പറ്റാത്തൊരു കാര്യമാണല്ലോ അവർ ചെയ്തു തന്നേ. അത് എന്ത് കാര്യത്തിലാണെങ്കിലും താങ്ക് യു. അവർ കേക്ക് പറയണമെന്ന് നിർബന്ധമില്ല, കേട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ സൂപ്പർ ആയിരിക്കും. അവരെനിക്ക് താങ്ക് യു പറഞ്ഞല്ലേ. ഇപ്പം മലയാളികൾക്ക് ഒരുപാട് മാറി വരുന്നുണ്ട്. താങ്ക് യു പറയുമ്പം അത് സ്വീകരിക്കുന്നുണ്ട്. പണ്ടുള്ള ആൾക്കാർ സ്വീകരിക്കില്ല. നീ എന്തിനാ താങ്ക് യു പറഞ്ഞേ, ഫ്രണ്ട്സിനോട് എന്തിനാ താങ്ക്സ്. എത്ര റോങ് ആയിട്ടുള്ള ലൈഫിലൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത്. ബട്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ്, മറ്റൊന്നുമില്ല. ഗ്രാറ്റിറ്റ്യൂഡ് ഫോർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ് ഫോർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ് ഫോർഗീവ്നെസ്. സോ അത് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് ആ സംഭവത്തിന്. 2026 എത്താറായി. വളരെ ചുരുങ്ങിയ ദിവസം. 25, 26, 27, 28, 29, 30, 31. ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസവും സെലിബ്രേഷൻ മോഡാണ്. ഇനി ദിവസങ്ങൾ പോണതേ അറിയില്ല. കണ്ണു തുറന്ന് നോക്കുമ്പം ജനുവരി 1. അയ്യോ ഞാനൊന്നും പ്ലാൻ ചെയ്തില്ലേ, ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് കൈയും കാലിട്ട് അടിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് കിട്ടുന്ന സമയം കുറേശ്ശെ ഉപയോഗിക്കുക. എന്നിട്ട് അതിനുവേണ്ടി നിങ്ങളുടെ നെക്സ്റ്റ് ഇയറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുക. നമുക്ക് എല്ലാ ദിവസവും പുതിയ ദിവസമാണ്, അത് നമ്മൾ മറന്നു പോകുന്നുണ്ട്. എല്ലാ മണിക്കൂറും പുതിയ മണിക്കൂറാണ്, മറന്നു പോകാറുണ്ട്. എന്നാലും ഇയർലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പ്രത്യേക സംഭവമാണല്ലോ. ഇപ്പോഴേ അതിനുവേണ്ടി തയ്യാറെടുക്കുക. ക്രിസ്മസ് ആണ്. സോ എല്ലാവർക്കും ഞാൻ അതിമനോഹരമായിട്ടുള്ള ഒരു ക്രിസ്മസ് ദിനം ആശംസിക്കുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്യുക. ഓക്കെ, എല്ലാം മറന്ന് എൻജോയ് ചെയ്യുക, സന്തോഷത്തോടെ ഇരിക്കുക. കേക്ക് അറ്റ്ലീസ്റ്റ് ക്രീം കേക്ക് വാങ്ങണം തന്നെ നിർബന്ധമില്ല. സാധാ പ്ലം കേക്ക് തന്നെ വാങ്ങുക. ആ വാങ്ങുമ്പോൾ കുടുംബത്തോടൊപ്പം നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ അച്ഛൻ, അമ്മ, നിങ്ങൾ ഹസ്ബൻഡ്, വൈഫ് എല്ലാവരും കൂടെ ഇരുന്ന് ആ ചെറിയ കേക്കാണെങ്കിൽ പോലും ദാറ്റ്സ് ഓക്കെ, ഫൈൻ. അവിടെ ആ കേക്കിനല്ല വാല്യൂ. അവിടെ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു കൂട്ടായ്മ, സ്നേഹം, ആ ഒരു സമയത്തുള്ള സന്തോഷം. ആ ഒരു വൈനൊക്കെ എടുത്ത്, ഓക്കെ, നോർമൽ നമ്മുടെ ഏത് വൈനുള്ള മുന്തിരി വൈനൊക്കെ കിട്ടുമല്ലോ, അതൊക്കെ എടുത്ത് നന്നായിട്ട് എൻജോയ് ചെയ്യുക. എന്നിട്ട് ചെറിയൊരു ഡിന്നർ പാർട്ടി കഴിയുമെങ്കിൽ നാളത്തെ ദിവസം വീട്ടിൽ തന്നെ നിങ്ങൾ ഫുഡ് പ്രിപ്പയർ ചെയ്ത് വീട്ടിനകത്ത് വെച്ച് തന്നെ നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ച് വൈനൊക്കെ കുടിച്ച് പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ച്. ഇപ്പം നമ്മുടെ ഫാമിലിയിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഡാൻസ് കളിക്കാൻ നാണക്കേടോ അങ്ങനെയൊന്നുമില്ല അല്ലേ. ഡാൻസൊക്കെ കളിച്ച് നല്ല എൻജോയ് ചെയ്ത് അന്നത്തെ രാത്രി സുഖമായി കിടന്നുറങ്ങുക. പിറ്റേ ദിവസം വീണ്ടും വരിക, കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ബന്ധുക്കൾ, സുഹൃത്തുക്കളൊക്കെ വീട്ടിൽ പോകണം. കുട്ടികൾക്ക് അവധിയാണ്, പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ മേ ബി കുറേ ആൾക്കാർക്ക് അവധിയായിരിക്കും. എൻജോയ് ചെയ്യുക. ഓക്കെ, ലൈഫ് എൻജോയ് ചെയ്യേണ്ട സംഭവം. അല്ല സ്ട്രെസ്ഫുൾ ആയിട്ട് പൈസ ഉണ്ടാക്കണം, പൈസ ഉണ്ടാക്കണം, പൈസ ഉണ്ടാക്കണം, അയ്യോ പ്രശസ്തി ഉണ്ടാക്കണം, പ്രശസ്തി ഉണ്ടാക്കണം, അത് കുറേ സ്വത്ത് പിടിച്ചെടുക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. അത് മാത്രമല്ല ലൈഫ്, എൻജോയ്മെൻറ്റും കൂടെയാണ് ലൈഫ്. കാര്യം ആക്ച്വലി തമ്പുരാൻ നമുക്ക് തന്നിട്ടുള്ള ലൈഫ് എന്ന് പറഞ്ഞാൽ എൻജോയ് ചെയ്യാനുള്ള ദൈവം തന്നിട്ടുള്ളത്. പക്ഷെ നമ്മളാണ് പല ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് അല്ലേ, പദ്ധതികൾ തയ്യാറാക്കി അത് ചെയ്ത് ഇത് ചെയ്ത് പോകുന്നത്. നമുക്ക് ആവശ്യമുള്ള എല്ലാം തമ്പുരാൻ ഇവിടെ തന്നിട്ടുണ്ട് പ്രകൃതിയിൽ. ഓക്കെ, സോ അപ്പോൾ സെലിബ്രേറ്റ് ചെയ്യാനും എൻജോയ് ചെയ്യാനും മറന്നു പോകരുത്. ചെയ്യുക. ഒപ്പം ഈ പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. അതിൻ്റെ 5 പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. സോ തമ്പുരാൻ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും ആരോഗ്യവും തമ്പുരാൻ നിങ്ങൾക്ക് നൽകട്ടെ. ഒപ്പം ഒരു അതിമനോഹരമായിട്ടുള്ള പുതുവത്സരം ഞാൻ ആശംസിക്കുന്നു. 2026 അഡ്വാൻസ്ഡ് ആയിട്ട്. നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളെല്ലാം ഇത് പറഞ്ഞുകൊണ്ടിരിക്കും, ഓർമ്മിപ്പിക്കുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്.